കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വാർത്തയുണ്ടായിരുന്നതും എല്ലാവരും ശ്രദ്ധിച്ചതും ചെമ്പരത്തി സീരിയലിലൂടെയും ബിഗ് ബോസിലൂടെയും മലയാളികൾ ഏറ്റെടുത്ത റെനീഷ അർപ്പിച്ച പൊങ്കാല തന്നെയാണ്. റെനീഷ ഒരു മുസ്ലിമായിട്ട് കൂടിയും ദേവിക്ക് മുന്നിലെത്തി സെറ്റും മുണ്ടും സാരിയും ഒക്കെ എടുത്ത് ഐശ്വര്യമായിട്ട് വന്ന് പൊങ്കാല അർപ്പിച്ചത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെയധികം സന്തോഷം തോന്നി. കേരളത്തിൽ മതമില്ല, ജാതിയില്ല, അതൊക്കെ ഇന്നത്തെ കാലത്തില്ല എന്ന് പറയുമ്പോഴും എന്നാൽ ഇപ്പോൾ റെനീഷ അനുഭവിച്ച ചില വേദനകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനൊന്നും ഒരു മാറ്റമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. നടിക്ക് സംഭവിച്ചത് ഒരു തീരാ വേദന തന്നെയാണ്. ഒരിക്കലും നടി ഇത് അനുഭവിക്കാൻ പാടില്ലായിരുന്നു. നല്ല കാര്യമാണ് നടി ചെയ്തത്. എന്നാൽ നടി അനുഭവിച്ച വേദന ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം വേദനയായി മാറി. നോമ്പ് കാലത്താണോ ഇത്? നിനക്ക് മതം മാറിക്കൂടെ? നിനക്ക് സ്വർഗത്തിൽ പോണ്ടേ? ഇങ്ങനെയൊക്കെയാണ് നിരവധി പേർ റെനീഷയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറയുന്നത്. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയതിൻ്റെ പോസ്റ്റ് റെനീഷ പങ്കുവച്ചു. എൻ്റെ ആദ്യ ആറ്റുകാൽ പൊങ്കാല എന്ന് കുറിച്ചാണ് താരം എത്തിയത്. റെനീഷ സന്തോഷം പങ്കുവയ്ക്കുകയും എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തു. മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന വീഡിയോയും ഫോട്ടോകളും ഒപ്പം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന വീഡിയോയും ഫോട്ടോകളും ഒപ്പമുണ്ടായിരുന്നു. പിന്നാലെ നിരവധി പേർ കമൻറ്റുകളുമായി രംഗത്തെത്തുകയും ചെയ്തു. ഈ റമദാൻ മാസത്തിൽ നോമ്പ് നൂറ്റ് പൊങ്കാല അർപ്പിച്ച റെനീഷയ്ക്ക് ആറ്റുകാൽ അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയാണ് ഒരാൾ പ്രശംസിച്ചുകൊണ്ടും നിരവധി പേർ പ്രശംസിച്ചുകൊണ്ടും പറഞ്ഞത് എന്ന് പറയാം. പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കാനിരിക്കുകയായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു. ആദ്യമായിട്ടാണ് റെനീഷ അത്തരത്തിൽ പൊങ്കാല ഇടുന്നതെന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അത്രയേറെ വളരെയധികം ഭക്തിയോടെ റെനീഷ അത് ചെയ്യുന്നുണ്ട്. എല്ലാം അതിൻ്റേതായ രീതി പ്രാർത്ഥിക്കുന്നു. തൻ്റേതായ രീതിയിൽ എന്തൊക്കെ ദേവിക്ക് നൽകാൻ സാധിക്കുമോ അതെല്ലാം റെനീഷ നൽകി. ശരിക്കും പറഞ്ഞാൽ ഇത്രമാത്രം നല്ലൊരു കുട്ടിയായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്ന് പറയുന്നു. ബിഗ് ബോസിലൂടെ പലരും ഹേറ്റ് വരെ ചെയ്തിട്ടുള്ളൊരു നടി തന്നെയാണ് റെനീഷ. അങ്ങനെ പറയുന്തോറും റെനീഷയോടുള്ള സ്നേഹം പക്ഷേ കൂടി വരികയാണ്. ചെമ്പരത്തി സീരിയലിലൂടെയാണ് റെനീഷ വേഗം പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയത്. അതോടെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ളവരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. റെനീഷ ബിഗ് ബോസിലെത്തിയത് കൊണ്ട് ഇത്രയും പേർക്ക് അറിയാമെന്ന് പറയുന്നു. അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇത്രയും ആളുകൾ വിമർശിക്കാൻ വരില്ലായിരുന്നു. എന്നാൽ ഈ വിമർശകരുടെ വായടയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവരെ ആരെയും മൈൻഡ് ചെയ്യാതെ റെനീഷ നിൽക്കുന്നത്. റെനീഷയുടെ കുടുംബത്തിനൊരു പ്രശ്നവുമില്ല. അതെ, മുസ്ലിം മതക്കാരിയാണ്, അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസിയാണ്. മുസ്ലിം വിശ്വാസിയായ റെനീഷ അമ്പലത്തിൽ പോയാൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ലല്ലോ. പൊങ്കാല ഇട്ടാലും ഒന്നും സംഭവിക്കില്ല. റെനീഷയുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും ആ പ്രശ്നമുണ്ടാകില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാതെ ഇവിടെ മതം തിരികെ ചേർക്കുന്നത്? ആ കുട്ടി സന്തോഷത്തോടെ ചെയ്ത കാര്യമല്ലേ, അതിനെ അങ്ങനെ കണ്ടാൽ മതി. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ ഇതൊരു ഫാഷനാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കളിയാക്കി എത്തുന്നവരും ഇതിൻ്റെ കൂടെയുണ്ട്. എന്നാൽ ഇതൊന്നും ഫാഷനല്ല എന്നും ഭക്തിയുള്ള മാർഗമാണെങ്കിലും അതവർ തിരഞ്ഞെടുത്തത് വളരെ നല്ല കാര്യമാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.